എന്നെ അറിയുന്നത് ചിലരെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ അത്രയൊന്നും ഞാൻ കോൺഫിഡന്റ് അല്ല, എനിക്ക് അത്രയൊന്നും കോൺഫിഡൻസ് ഇല്ല എന്നൊക്കെ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോൺഫിഡൻസ് എന്ന് പറയുന്ന സംഭവം ഒരിക്കലും ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്നതല്ല. അത് നമ്മൾ പ്രാക്ടീസിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒന്നും ചെയ്യാതിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതായത് എന്ത് കാര്യമാണോ ചെയ്യേണ്ടത് അത് ചെയ്യാൻ പേടിച്ച് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ സ്റ്റേജ് ഫിയർ ഉള്ള ഒരു കുട്ടി ഒരു ദിവസം മൈക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് ഡേ അയാൾക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു പേടി സെക്കൻഡ് ഡേ ഉണ്ടാവില്ല. സോ സ്ലോലി നമുക്കത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിട്ട് ഒഴിവാക്കാൻ പറ്റും. നമ്മൾ നമുക്ക് തന്നെ ചില പ്രോമിസ് ഒക്കെ കൊടുക്കുക, അതായത് നാളെ രാവിലെ നേരത്തെ എണീക്കും, ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും, ഇന്നതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അച്ചീവ് ചെയ്യും എന്നൊക്കെ നമ്മൾ സ്വയം ഒന്ന് പ്രോമിസ് ചെയ്യുക. ജസ്റ്റ് പ്രോമിസ് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ തന്നെ അതൊന്ന് ചെയ്ത് കാണിക്കുകയും ചെയ്യുക. അപ്പൊ നമുക്കത് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഒരിക്കലും തോൽവിയെ ഭയപ്പെടാതിരിക്കുക. തോറ്റാലും കുഴപ്പമില്ല, ഞാനിത് ചെയ്യും എന്ന് പറഞ്ഞ് മുന്നോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. സോ ഇനിയും നിങ്ങൾ കോൺഫിഡന്റ് അല്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ മടിച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ, എന്ത് മടിയാണെങ്കിലും അതങ്ങ് മാറ്റി വെച്ച് ഫസ്റ്റ് സ്റ്റെപ്പ് ഇപ്പൊ തന്നെ ഈ നിമിഷം തന്നെ ഒന്ന് എടുത്തു വെക്കുക.